ഉവൈസി രാഷ്ട്രീയം കേരളത്തിലുമെത്തിയോ? ഇലക്ഷൻ രണ്ടാം ഗിയറിലേക്ക് പ്രവേശിച്ച് ആദ്യത്തെ ആഴ്ചയിലെ സ്ഥാനാർത്ഥി ചർച്ചയും തർക്കങ്ങളും പിൻവലിക്കലുമെല്ലാം കഴിഞ്ഞ് പ്രചാരവേല ആരംഭിക്കുമ്പോൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ് ഈ കേരളത്തിൽ ഉവൈസി രാഷ്ട്രീയം ഉണ്ടാകുന്നുവോ എന്ന്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വളരെ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു വോട്ട് ബാങ്കിനെ മറ്റു പല സംഗതികളിലൂടെ ഭിന്നിപ്പിക്കുന്ന പ്രവൃത്തിയിലേക്ക് എത്തിപ്പെടുന്നുവോ എന്നുള്ളതാണ് ഒരു ചോദ്യം, പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രീയത്തെ. എന്നാൽ മറുവശത്ത് അതിന് SDPIയുടെ സംസ്ഥാന അധ്യക്ഷൻ ലത്തീഫിൻ്റെ മറുപടി, നേരത്തെ സർക്കാരിനുണ്ടായിരുന്നത് പോലെയുള്ള ഒരു മുസ്ലിം വിരോധം ഇപ്പോൾ ഇല്ലെന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളിയോടൊക്കെ ഇപ്പോൾ സർക്കാർ ഒരു പ്രത്യേക നയം കൂടി സ്വീകരിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയത്തൊക്കെ അങ്ങനെ ആയിരുന്നില്ല, അന്ന് കുറച്ചുകൂടി കർശനമായ നിലപാടിലായിരുന്നു ഉള്ളത്. എന്നാൽ ഇപ്പോൾ അതിലൊരു നയം മാറ്റം ഒക്കെ വരികയും മുസ്ലിം സംഘടനകളോട് ഒരു സവിശേഷമായ സ്നേഹം ഒക്കെ പ്രകടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് ലത്തീഫിന് തോന്നി തുടങ്ങിയിരിക്കുന്നു. എന്നാൽ CPIMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി സാറിൻ്റെ നിലപാട് വ്യത്യസ്തമാണ്. അദ്ദേഹം പറയുന്നത്, ഈ SDPI എന്ന് പറയുന്ന പാർട്ടി അതൊരു ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത കൃത്യമായ വർഗീയ നിലപാടുള്ള പാർട്ടിയാണെന്നും അതുകൊണ്ട് തന്നെ അവരുമായി ഒരു കാരണവശാലും യോജിക്കാൻ കഴിയുന്നൊരു നിലപാട് ഇടതുമുന്നണിക്കില്ലെന്നുമാണ് MA ബേബി സഖാവിൻ്റെ ഉറച്ച നിലപാട്. ഈ ഇലക്ഷൻ മുന്നിൽ നിന്ന് നയിക്കുന്ന സംസ്ഥാന മുഖ്യമന്ത്രിയുടെയും മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെയും പ്രകടമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് മങ്കടയിലെ കുഞ്ഞഹമ്മദിൻ്റെയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശിവൻകുട്ടി സാറിൻ്റെയും ഒക്കെ വാക്കുകൾ കേട്ടാൽ നിങ്ങൾ SDPI വോട്ട് സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് ഞങ്ങൾ എല്ലാവരുടെയും വോട്ട് സ്വീകരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഒന്നവർ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾ പിന്തുണ തേടി ആരെയും സമീപിച്ചിട്ടില്ല, ജനങ്ങളൊക്കെ വല്ലാണ്ട് പിന്തുണച്ചു പോകുന്നത് സ്വാഭാവികമാണ് എന്നാണ് അവരുടെ വാദം. ഇതെല്ലാം പറയുമ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഇലക്ഷന് ജയിച്ചപ്പോൾ ആദ്യം പ്രകടനം നടത്തിയത് SDPI ആണെന്നും അതുകൊണ്ട് തന്നെ കൊടിയ വർഗീയത വിറ്റാണ് അവിടെ ജയിച്ചതെന്നും പറഞ്ഞിട്ട് കുറച്ച് നാളുകളേ ആയിട്ടുള്ളൂ. ഇതെല്ലാം കൂടി കാണുമ്പോഴാണ് ഈ ഉവൈസി രാഷ്ട്രീയം കേരളത്തിലെത്തിയോ എന്ന നിലയിൽ ഓരോ ചാനലുകളും ചിന്തിച്ചു പോരുന്നത്. സംഗതി കേരളത്തിൽ ഈ പറയുന്ന മുസ്ലിം വോട്ട് ബാങ്ക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മുസ്ലിം വോട്ടേഴ്സ്, ഹിന്ദു വോട്ടേഴ്സ്, ക്രിസ്ത്യൻ വോട്ടേഴ്സ് എന്നൊക്കെ പറയുന്ന ലേബലുകളിലാണ് വോട്ടുകളെ ഇങ്ങനെ ശേഖരിച്ചു വെക്കുന്നത്. പക്ഷേ ഒരു ജനവിധി നടപ്പിലാവുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ആ വോട്ട് ബാങ്ക്, ഈ വോട്ട് ബാങ്ക്, ആ വോട്ട് ബാങ്ക് എന്നൊന്നുമില്ല. ജനങ്ങൾ ഒരുപോലെയാണ് എപ്പോഴും ഒരു ട്രെൻഡ് നിശ്ചയിച്ച് വോട്ട് ചെയ്യാറുള്ളത്. അത് നമ്മൾ കേരളത്തിലെ ഒരു പാറ്റേൺ എല്ലാം കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷൻ മുതൽ മുസ്ലിം വോട്ട് ഒരു പ്രത്യേക ദിശയിലേക്കാണ്, അല്ലെങ്കിൽ UDFൻ്റെ ദിശയിലേക്കാണെന്നാണ് വിലയിരുത്തപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. പാർലമെൻറ്റ് ഇലക്ഷനിൽ പല സ്ഥലങ്ങളിലും പരമ്പരാഗതമായ CPIM വോട്ട് തന്നെ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ആ പാർട്ടിയും വളരെ സ്ട്രാറ്റജിക്കലായി അതിനെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി മലപ്പുറം വിരോധവും മുസ്ലിം ലീഗ് വിരോധവും ഒക്കെ നന്നായി അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഹിന്ദുവിൽ വന്ന ലേഖനവും അതിനുശേഷമുണ്ടായ മറ്റു പല സംഗതികളുമൊക്കെ അതാണെന്ന് വിലയിരുത്തപ്പെടുകയും ചെയ്തു. ഇതിനിടയിലാണ് സാക്ഷാൽ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറ് മലപ്പുറത്തെയും മുസ്ലിങ്ങളെയും ബാക്കി ഇതര സമൂഹങ്ങൾ അവിടെ ശ്വാസം മുട്ടുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ കടുത്ത നിലപാടുമായി രംഗത്ത് വരികയും അതിനെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്തത്. അയ്യപ്പ സംഗമവും യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിക്കലുമൊക്കെ വന്നതോടുകൂടി ഗവൺമെൻറ് ഏതാണ്ട് ആ പക്ഷത്താണ് എന്ന തരത്തിലേക്ക് ചർച്ചകളൊക്കെ വരികയും ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് ഇലക്ഷനൊക്കെ വന്നപ്പോൾ ആ ട്രെൻഡാണ് മലബാറിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഉണ്ടായത് എന്ന് പരക്കെ വിലയിരുത്തപ്പെടുകയും ചെയ്തു. SDPIയുമായുള്ള നിലപാട് പണ്ട് ഒന്നാം പിണറായി സർക്കാരോ മറ്റോ വരുമ്പോൾ പൂക്കളും ഒക്കെയായി കാണാൻ അന്നത്തെ SDPIയുടെ അന്നത്തെ അധ്യക്ഷനായിരുന്ന നസറുദ്ദീൻ എളമരം അതുപോലെയുള്ള നേതാക്കളും മുഖ്യമന്ത്രിയൊക്കെ കണ്ടിരുന്നു. എന്നാൽ പിന്നീട് അത് വളരെ സ്വാഭാവികമായി കടുത്ത നിലപാടിലേക്ക് പോകുന്നതാണ് കേരളം കണ്ടത്. നമ്മുടെ ഇടുക്കിയിലുണ്ടായിരുന്ന മഹാരാജാസിൽ പഠിച്ച ഒരു പയ്യൻ്റെ കൊലപാതകം, അതുമായി ബന്ധപ്പെട്ട കടുത്ത ആക്ഷേപങ്ങൾ, വാദപ്രതിവാദങ്ങൾ, ഏറ്റുമുട്ടലുകൾ, അതിനുശേഷം SDPIയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആലപ്പുഴയിലൊക്കെ മുദ്രാവാക്യം വിളി ഉണ്ടായപ്പോൾ പോലീസ് അതിനെ കൈകാര്യം ചെയ്ത രീതി, പിന്നെ അന്ന് പരക്കെ പറഞ്ഞിരുന്നു ഈ മരണപ്പെട്ട BJP നേതാക്കളുടെ ഇരുവരും ചേർന്ന് നടത്തിയ ഒരു കൊലപാതക പരമ്പരയുണ്ടല്ലോ, ആ പരമ്പരയിൽ മരണപ്പെട്ട
BJP നേതാക്കളെ കൊന്നവർക്കെല്ലാം ആർക്കും ജാമ്യമില്ല, എന്നാൽ അവരുടെ SDPI വിഭാഗത്തിൽപ്പെടുന്നവർ മരിച്ചവർക്കെല്ലാം ജാമ്യം കിട്ടി, അതിലൊക്കെ കടുത്ത നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞു. പിന്നീട് ഹർത്താലുമായി ഉണ്ടായ നാശനഷ്ടങ്ങളിൽ ബന്ധപ്പെട്ട് കർശന നിലപാട് സ്വത്ത് കണ്ടെത്തുന്നതിനും അത് പിടിച്ചെടുക്കുന്നതിനുമൊക്കെ വേണ്ടി സർക്കാർ സ്വീകരിച്ചു. അതിലെല്ലാം ഉറച്ച നിലപാട് എന്ന രീതിയിലാണ് മുന്നോട്ട് പോയത്. ഇപ്പോൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോഴാണ് അതിലൊരു ചുവടുമാറ്റം SDPIയുടെ ഭാഗത്തുനിന്ന് പതിയെ മണത്തു തുടങ്ങിയത്. അത് പല രീതിയിലാണ്, പല സ്ഥലങ്ങളിൽ പല നിലപാടുകൾ കൊണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അത് എവിടം വരെ പോയി എന്ന് വെച്ചാൽ മഞ്ചേശ്വരത്ത് UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് സമാനമായ ഒരു പേരുകാരനെ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു സ്ഥിതിയിലേക്കെത്തി. അപ്പോഴേക്ക് അവിടെ സുരേന്ദ്രൻ ജയിക്കുന്നൊരു സാഹചര്യം വരുമെന്ന് പറഞ്ഞിട്ട് മുഴുവൻ വലിയ പ്രശ്നമുണ്ടായി. ഇവരെ ഇപ്പോഴും സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന സമുദായത്തിലെ ആളുകളുണ്ട്. അതൊന്നും അക്കൗണ്ട് വഴിയൊന്നും ആവണമെന്നില്ല, അല്ലാതെ സഹായിക്കുന്നവരൊക്കെ വളരെ പ്രഷർ ഇടുകയും ഒച്ച വെക്കുകയും ചെയ്തപ്പോൾ അത് മാത്രം പിൻവലിച്ചു. വേങ്ങരയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല, മങ്കടയിൽ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. ഇങ്ങനെ ഊഹാപോഹ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇന്ന് റിപ്പോർട്ടർ TV SDPIയുടെ സംസ്ഥാന അധ്യക്ഷൻ ലത്തീഫിൻ്റെ ഒരു ടെലഫോൺ സംഭാഷണം പുറത്തുവിട്ടത്. ആ സംഭാഷണം പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകൾ പൊതുവിൽ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ 2-3 മാസം കൊണ്ട് മാറിയിട്ടുണ്ട്. വെള്ളാപ്പള്ളിയോടുള്ള നിലപാടിൽ വളരെ ഗണ്യമായ മാറ്റമുണ്ടെന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളിക്കെതിരെ വർത്തമാനം പറഞ്ഞു തുടങ്ങി എന്നൊക്കെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അപ്പോൾ ഏതായാലും ഈ ചർച്ചകളൊക്കെ മുറുകുന്നതുകൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിലെ പുതിയ ഒരു ധ്രുവീകരണത്തിൻ്റെ മണം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. അവിടെയാണ് ഈ ചോദ്യവും എല്ലാവരും ചോദിക്കുന്നത്. ഉവൈസി രാഷ്ട്രീയത്തിന് കേരളത്തിലും ഇടം നൽകി തുടങ്ങിയോ എന്ന് വെച്ചാൽ ഒരു സവിശേഷമായ നിലയിൽ നിൽക്കുന്ന വോട്ട് ബാങ്ക് എങ്ങുമില്ലാത്ത വിധം ചിന്നിച്ചിതറിച്ച് ആര് ജയിച്ചാലും അതിൻ്റെ പിന്നിലൊരു അവകാശവാദവും ഇല്ലാത്ത നിലയിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്കാണോ ഇത് സഞ്ചരിക്കുന്നത് എന്ന ചർച്ച ഇപ്പോൾ മുറുകിയിട്ടുണ്ട്. കാത്തിരിക്കാം റിസൾട്ട് വരെ എന്ന് മാത്രമല്ല വരും ദിവസങ്ങളിലും വ്യക്തമാകും നിലപാടുകൾ.